ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം, സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ, വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്നേഹം മനസ്സിലാക്കാനും വെറുപ്പ് മനസ്സിലാക്കാനും എങ്ങനെ കഴിയുക, ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതികളെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അറിവാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. അപ്പോൾ വീട്ടിൽ ചെറിയ കിച്ചണിലുള്ള പണികളാണ്. അതുപോലെ വറുത്തരച്ച വെണ്ടയ്ക്കേൻ്റെ കറി വെക്കുന്നുണ്ട്. എല്ലാം ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതേപോലെ വീഡിയോ എന്നെയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എങ്ങനെ സ്നേഹത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, സ്നേഹിക്കുന്നവരെ എങ്ങനെ മനസ്സിലാക്കാം, നമ്മളെ അവോയ്ഡ് ചെയ്യുന്നവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു ചെറിയ എൻ്റെ കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ. അതായത് ലോകത്തിൽ നമുക്ക് വേഗം മനസ്സിലാക്കാവുന്ന രണ്ട് കാര്യങ്ങൾ, നമ്മൾ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് വെച്ചാൽ, നമുക്ക് വേഗം മനസ്സിലാക്കുന്ന സ്നേഹം കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ കാലങ്ങൾ പിടിച്ചോ അല്ലെങ്കിൽ മാസങ്ങൾ പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരാൾ നമ്മളെ വെറുക്കുന്നുണ്ട്, അതായത് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കുക. ഒരു സെക്കൻഡ് മതി അല്ലേ? നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ സ്നേഹം സത്യമാണോ എങ്കിൽ എങ്ങനെ അറിയാം? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അവരിലുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്നേഹം സത്യമാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ നമ്മളെ എപ്പോഴും ശല്യം ചെയ്യും. അതായത് നമ്മൾ നമ്മളെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നീ എവിടെയാണ്, എന്താണ്, അങ്ങനെയൊക്കെ നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതായത് അതാണ് ആ സ്നേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത. പിന്നെ കാരണമില്ലാതെ നമ്മളോട് വഴക്കുണ്ടാക്കും. നമ്മൾ കരുതും വഴക്കുണ്ടാക്കുമ്പോൾ അത് സ്നേഹമില്ലാഞ്ഞിട്ട് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമായൊരു കാര്യമാണ്. മനസ്സറിഞ്ഞ സത്യം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ മനസ്സറിഞ്ഞ തൊട്ടൊരു സത്യമാണ്, വഴക്കിടുന്നവർക്ക് സ്നേഹം കൂടുതലായിരിക്കും. പിന്നെ വഴക്കുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യത്തിൽ പറയും, ഗുഡ് ബൈ പറയും, ഒക്കെ ചെയ്യുമെങ്കിലും വീണ്ടും വീണ്ടും സോറി പറഞ്ഞ് നമ്മളെ സ്നേഹിക്കാൻ അവരെത്തും. പിന്നെ ചിലപ്പോൾ ചോദിക്കും നമ്മളോടൊക്കെ. അങ്ങനത്തെ ആ ഒരു ആളുകളാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നീ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട്, അങ്ങനെയൊക്കെ നീ എന്നെ മിസ്സ് ചെയ്യാറുണ്ടോ, ഇങ്ങനെയൊക്കെ ഒന്നും ചോദിച്ചു കൊണ്ടേയിരിക്കും. അതായത് നമ്മളെന്നൊരു വ്യക്തിൻ്റെ സാമീപ്യം ഒരിങ്ങനെ അറിയിച്ചു കൊണ്ടേയിരിക്കും, നമ്മളോടുള്ള ഇഷ്ടം നമ്മൾ അറിയിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ കാണാതാവുമ്പോൾ നമ്മൾ കോൾ വിളിക്കുകയോ അല്ലെങ്കിൽ അന്വേഷിക്കുകയോ ഒക്കെ അവർ ചെയ്യും. അങ്ങനെ നമ്മൾ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ മെസ്സേജ് എന്തെങ്കിലും അയച്ചിട്ടാൽ അതിന് നമുക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കും. നമുക്കൊരു പ്രാധാന്യം നമ്മളെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ നമുക്കൊരു വില നൽകാൻ അവർ ശ്രമിക്കും. നമ്മളെ വീട്ടുകാരെ പറ്റി എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ അവർക്ക് മറുപടി കൊടുക്കാൻ വൈകുമ്പോഴത്തേന് അവർക്ക് ദേഷ്യപ്പെടും. അതൊക്കെ സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും എന്താ പറയുക, നമ്മൾ സ്നേഹം കാണിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വരുമ്പോഴത്തേന് അവർക്ക് സങ്കടങ്ങൾ വരും. പിന്നെ നമ്മുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമമാവുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ചോദിക്കും ചിലപ്പോൾ, നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സെൻറ്റിമെൻ്റൽ ഉണ്ടാവും അവരിൽ കാണാൻ കഴിയും നമുക്ക്. അതായത് അവരെ മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. അവർ എപ്പോഴും അതുപോലെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ എപ്പോഴും എൻ്റെ എന്നൊരു വാക്ക് ഉച്ചരിക്കൂല, നമ്മുടെ അതായത് ഒപ്പം കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കും. നമുക്ക് അങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയാലോ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നുള്ളൊരു കാര്യം അതായത് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് എന്ന് പറയാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങളെല്ലാവരും അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ? നിങ്ങൾ 100ൽ ഒരു 90% ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള 10 സ്നേഹമില്ലാത്തവർ എന്നല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്സായിട്ടേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ വിളിക്കുന്നതിൻ്റെ അളവുകൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. അവരിങ്ങനെ സ്നേഹിച്ച് കൂടി വരുമ്പോൾ
വിളിക്കുന്ന നമ്മുടെ സ്നേഹം നമ്മളെ, അതായത് നമ്മൾ വിളിക്കുന്നതിൻ്റെ സ്നേഹത്തിന് ഇരട്ടി സ്നേഹം നമുക്ക് തന്നുകൊണ്ട്, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനേക്കാൾ ഇരട്ടി സ്നേഹം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. വെറുതെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങും. അതുപോലെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇതിൽ ചിലരൊക്കെ ഞാൻ പറഞ്ഞ ഈ അതായത് ഒരുപാട് ആളുകളുള്ളതിൽ കുറച്ച് ആളുകളൊക്കെ പിന്നെ ഇങ്ങനത്തെ സ്നേഹം ഉള്ള ആളുകളായിരിക്കും. അവരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് അങ്ങോട്ട് പിടിക്കുക. കാരണം ഇങ്ങനെയുള്ളവർ ചുരുക്കം പേരേ ഉള്ളൂ കേട്ടോ. അത്രയും ആത്മാർത്ഥമുള്ള സ്നേഹമുള്ള ആളുകൾ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തിരിച്ച് അവരെ സ്നേഹിക്കാനും അവർ തരുന്ന അതേ സ്നേഹം മറിച്ച് കൊടുക്കാനും നമ്മൾ പഠിക്കുക. അവർക്ക് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ആ മനസ്സ് വല്ലാതെ വേദന. കാരണം അത്രയും ലോല മനസ്സുള്ളവർക്കാണ് നമ്മളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് മനസ്സിൽ അത്രയും നന്മ ഉള്ള ആളുകൾക്കാണ് നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും ചതിക്കരുത്. കാരണം ആ മനസ്സ് വേദനിച്ചാൽ എന്താണ്, ദൈവം പോലും ചിലപ്പോൾ നമുക്ക് പുറത്ത് തരില്ല. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അത് നമ്മളോട് അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. അതായത് കുറേ വർഷങ്ങൾ അവർ സ്നേഹത്തോടെ കഴിഞ്ഞിട്ട് അതായത് നമ്മളെ ഒരു അവോയ്ഡ് ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് നമുക്ക് എന്താണ്, നമ്മൾ ഒരാളോട് ഇഷ്ടം തോന്നി ആ ഇഷ്ടം മുന്നോട്ട് പോവാൻ അവർക്ക് താല്പര്യമില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ചുരുക്കി ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. രണ്ടാമത്തെ കാര്യം, അവർക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് ആണാവാം പെണ്ണാവാം, താല്പര്യമില്ല എന്ന് പറയാതെ പറയും അവർ. അതായത് അവരുടെ പ്രവൃത്തിയിൽ അവരത് കാണിച്ചുകൊണ്ടേ ഇരിക്കും. അതായത് എങ്ങനെയാ വെച്ചാൽ പറയാതെ പറയുന്ന ചില സിറ്റുവേഷനുകളുണ്ട് അവർ. അതായത് ചില ആളുകൾ പിന്നെ എന്ത് അറിഞ്ഞാലും അത് മൈൻഡ് ചെയ്യില്ല. അതായത് എന്ത് വിഷമമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യുക. അതായത് അത്രയും അവരങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഒരു കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ആ ആൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു കാട്ടിക്കൂട്ടൽ അവർ കാണിച്ചുകൊണ്ടേയിരിക്കും. അതായത് തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലൊരു നടപ്പ്. സമയം, അതായത് ചില ആളുകൾക്ക് സമയം ഇല്ലാത്ത പോലെ അവർ കാണിക്കും. അവരോട് സംസാരിക്കാനുള്ളൊരു ഒരു സിറ്റുവേഷൻ അവർ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അയാൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാനുള്ള ശ്രമമാണ്. അവർക്ക് നമ്മളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് മടുപ്പ് തോന്നിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെക്കാളും ബെറ്റർ ഒരാളെ കണ്ടുമുട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒഴിവാക്കാനുള്ളൊരു സൂത്രമായിട്ടാണ് അവരിത് കാണിക്കുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കാം. അതിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ, ആദ്യത്തെ ലക്ഷണം നമുക്ക് തോന്നുന്നത്, നമുക്ക് വേണ്ടി അവർ സമയം, ആദ്യം നമ്മൾ റിലേഷൻഷിപ്പ് ആയിരുന്നപ്പോൾ നമുക്ക് വേണ്ടി അവർ എത്ര സമയം വെയിറ്റ് ചെയ്തിരുന്ന ആളുകൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാതെ നിൽക്കും. അതായത് അവർ ഓരോ ഒഴിവുകൾ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറി നടക്കും. ഒരു പക്ഷേ അയാൾക്ക് ഒരുപാട് സമയം വേസ്റ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റായിട്ടുള്ള സമയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടി സമയമില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ നടക്കുന്ന ഫസ്റ്റ് ഒരു ലക്ഷണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതായി ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇടയിലുണ്ടാകുന്ന ശ്രദ്ധ അതവർ കുറക്കും. അതല്ലെങ്കിൽ അതിനു വേണ്ടി അവർ മുൻകൈ, അതായത് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരതിന് മുൻകൈ എടുക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്കത് അവോയ്ഡ് ചെയ്തിട്ട് അതായത് നമുക്കത് ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അത് വീണ്ടും വീണ്ടും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അവർ അന്വേഷിക്കാതിരിക്കും. അവയിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇവർ നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണ്. നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മെല്ലെ ഒഴിഞ്ഞു മാറിപ്പോരാം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെയൊക്കെ ആളുകളെ നമ്മൾ പരിചയപ്പെടാതിരിക്കാനുള്ള സന്ദർഭം നമ്മൾ ഒഴിവാക്കുക.
അങ്ങനെ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ സുഹൃത്തിനെ നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ട് ആ സുഹൃത്തിനെ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് ആ വിഷമത്തിൽ നിന്നും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകാനും തൻ്റെ ജീവിതത്തിൽ പങ്കാളിയായി ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളാണോ എന്നറിഞ്ഞതിന് മാത്രം നമ്മൾ കൂടുതൽ സ്നേഹിക്കുക. അത് മാത്രമേ എനിക്കെൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളോട് പറയാനുള്ളത്. നമുക്കൊക്കെ നല്ലൊരു ജീവിതം. അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മളുടേതായ ഒരു തീരുമാനം എടുക്കാൻ പ്രാപ്തരായിരിക്കണം ഇനിയുള്ള ജനറേഷനെങ്കിലും. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരു അടിമയായി ജീവിക്കുന്ന ഒരു സ്ത്രീ കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നല്ല, ഇപ്പോൾ ആണിനും പെണ്ണിനും ഒക്കെ തുല്യ അവകാശമാണ്. അപ്പോൾ ആണായാലും പെണ്ണായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ആ പങ്കാളിയെ ഒരു സുഹൃത്താക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം മാത്രം അവരെ നമ്മൾ ജീവിതത്തിലേക്ക് പങ്കാളിയാക്കാൻ പറ്റുമോ എന്ന് മാത്രം നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം നല്ലൊരു തീരുമാനം എടുക്കുക. എൻ്റെ ചെറിയ ഒരു വിവരണമാണ്. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കൂടെ നിൽക്കുക. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ ഫുഡും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.